മക്കളെ, നിങ്ങളിന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഇന്ന് തിരുവോണമല്ലേ? ഏയ് പറ്റില്ല അച്ഛാ, ഓഫീസിൽ പോയിരിക്കും തീരെ പറ്റില്ല. പിന്നെ ഇവിടെ എന്തോണം എന്ത് വിഷു. അച്ഛൻ ഞങ്ങൾ ഇറങ്ങുവാണേ. പിന്നെ ഞാൻ ഓണസദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ എന്തായാലും അതവർ ഡെലിവറി ചെയ്യും. അറിയാമോ, ഈ സമയം നമ്മുടെ നാട്ടിൽ ഓണക്കളം തുടങ്ങി 8-ാം ദിവസമായിരിക്കും. കുട്ടികൾ മുറ്റത്ത് പൂക്കളം ഇട്ട് ഓണാഘോഷമൊക്കെ തുടങ്ങിക്കാണും. ഇവിടെ ഓണമില്ല മുത്തശ്ശ. എവിടെ? ഓണത്തിന്റെ ആ തനത് കാറ്റും നാടും ഇവിടെ എവിടെയുണ്ട്? ഇവിടെ എല്ലാവരും ഓട്ടത്തിലും തിരക്കുകളല്ലേ. ഒന്ന് ഓണം ആഘോഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയല്ലേ. അപ്പം നാട്ടിൽ എന്തൊക്കെയുണ്ട്? അവിടെ നാട്ടിലെല്ലാവരും പൂക്കളവും സദ്യയും വള്ളംകളിയും കാണാൻ പോയിരിക്കും. എവിടെയായാലും ആ ഓണത്തിന്റെ മധുരം മനസ്സിലുണ്ട്. മുത്തശ്ശ എന്താ, മുത്തശ്ശന് വിഷമമുണ്ടോ? മുത്തശ്ശന് അവിടെ സന്തോഷമില്ലേ? കുഞ്ഞുങ്ങളെ, ഞാൻ നാടിനെ ഓർക്കുകയാണ്. ഓണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഉത്സവം. നമ്മളിവിടെ ആ ആഘോഷങ്ങളൊക്കെ വിട്ടു ജീവിക്കുന്നു. ഓണത്തെക്കുറിച്ച് നിങ്ങളെല്ലാം അറിയണം. ഓണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ആഴത്തിലുള്ള ആഘോഷമാണ്. നമ്മളും കേരളത്തിലായിരുന്നെങ്കിൽ എല്ലാം കാണാമായിരുന്നു. ഓണം എന്താണ് മുത്തശ്ശ? എന്താ ഇത്ര പ്രാധാന്യം? ഓണം മഹാബലിയുടെ നാടിൻ്റെ കഥയാണ്. ഒരിക്കൽ കേരളത്തിലെ എല്ലാ മനുഷ്യരും സമസ്യകളില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നായിരുന്നു. ഓണം അതിൻ്റെ ഓർമ്മയ്ക്കായാണ്. അതെങ്ങനായിരുന്നു മുത്തശ്ശ? ഓണം തുടങ്ങുന്നത് തന്നെ കൊയ്ത്തു മഹോത്സവത്തോടെയാണ് മക്കളെ. വിളഞ്ഞു കിടക്കുന്ന നെൽക്കതിർപാടം കൊയ്തെടുക്കുന്നത് ഒരു ആഘോഷമാണ്. അതും കൊയ്ത്തുപാട്ടുണ്ട്. ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഒരക്കാലം പോയായുഗത്തിൽ. ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഒരക്കാലം പോയായുഗത്തിൽ. എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഒരക്കാലം പോയായുഗത്തിൽ. എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഒരക്കാലം പോയായുഗത്തിൽ. വടക്കന്നം കാറ്റടിച്ച് ഒന്ന് വാടുതിയാടിച്ച്, കിഴക്കന്നം കാറ്റടിച്ച് ഒരു നേർകാറ്റടിച്ച്, പടിഞ്ഞാറൻ കാറ്റടിച്ച് ഒരു ചങ്കാറ്റടിച്ച്, കാലുകാറ്റും വായുവനും കൂടെ ചുറ്റിയാടിച്ച്, കോടവട്ടം കുറിയോ നാടൻ തോന്നി. കാലുകാറ്റും വായുവനും കൂടെ ചുറ്റിയാടിച്ച്, കോടവട്ടം കുറിയോ നാടൻ തോന്നി. അതുപോലെ തന്നെ തിരുവാതിരക്കളി. ഞങ്ങളുടെ കാലത്ത് സ്ത്രീകൾ ഒരുമിച്ച് തിരുവാതിരപ്പാട്ടിനോട് ചേർന്ന് താളമായി ചുവടുവയ്ക്കുമായിരുന്നു. ആ നൃത്തം കാണാൻ നമ്മൾ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. മംഗല്യ ആതിര പൂ
കാണിച്ചിടണം. തീരുന്നില്ല മോളെ ഓണാഘോഷം. ഇനിയുമുണ്ട് ഒരുപാട് വള്ളംകളി. നമ്മുടെ തെക്കൻ കേരളത്തിലെ കായൽ പ്രദേശങ്ങളിൽ ഓണത്തിനിടയിൽ ഉണ്ടാകുന്ന വലിയ ആഘോഷമാണ് വള്ളംകളി. വള്ളസദ്യയോ അതിലും ഗംഭീരം. വള്ളം തുഴയുന്നവരുടെയും അവർ പാടുന്ന പാട്ടിൻ്റെയും താളം ഒരുമിച്ച്.
ഇതൊക്കെയാണ് മക്കളെ പുലിക്കളി. ഇത് മധ്യകേരളത്തിലെ ഒരു രസകരമായ കാഴ്ച തന്നെയാണ്. പുലിയാടുകളുമായി കുട്ടികളും മുതിർന്നവരും നീല മഞ്ഞ പുള്ളികൾ അരയിലണിഞ്ഞ് ചെണ്ടമേളത്തിന്റെ താളത്തിനൊത്ത് ആടും. അത് കാണണല്ലോ മുത്തശ്ശ, നമുക്ക് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലേ? മക്കളെ, ഇവിടെ വലിയ ആഘോഷം പറ്റില്ലെങ്കിലും ഓണക്കളിയുടെ ഓർമ്മകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. മുത്തശ്ശ, ഒരു ഓണപ്പാട്ട് പാടുവോ? അതെ, ഓണപ്പാട്ടാണ് നമ്മുടെ ഓണാഘോഷത്തിന്റെ ഹൃദയം. നമുക്ക് ഒരുമിച്ച് പാടാം. മാവേലി നാട് വാണിടും കാലം, ഈ പാട്ട് കേട്ടാൽ മനസ്സ് നിറയും. അമ്മ വന്നോ? ആ അച്ഛാ. എന്താ മക്കളെ, നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ല ചാ, ഞങ്ങൾ പോകുന്ന വഴിക്ക് നാട്ടിലെ ഓണത്തെക്കുറിച്ച് ആലോചിച്ചു. വല്ലാത്തൊരു മിസ്സിങ്. എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ. ഞങ്ങൾക്ക് ഇത്രയും മിസ്സിങ് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛന് എന്തുമാത്രം വിഷമമായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഓണത്തിന് നാട്ടിലൊക്കെ എന്ത് ആഘോഷമായിരുന്നു അല്ലേ. എൻ്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നുച്ചാ. അച്ഛൻ നമ്മുടെ നാടിനും പാരമ്പര്യത്തിനും എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് തിരിച്ചു പിടിക്കണം അച്ഛൻ. ശരിയാണ് അച്ഛാ, ഇതിനെപ്പറ്റി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. അവരും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ അറിയണം. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ടോ ഇതൊക്കെ ഓർക്കാനും ആഘോഷിക്കാനും? അതിനിവിടെയും പറ്റുവച്ചാ. നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലെ ഐശ്വര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇവിടെ ദുബായിൽ സമൃദ്ധി എന്നൊരു ഓണാഘോഷത്തെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ അതേ രീതിയിലുള്ള ഓണാഘോഷം മാത്രമേ. ഇത്തവണത്തെ ഓണം നമുക്കും അവരോടൊപ്പം ആയാലോ? എന്നാ പിന്നെ നമുക്കും പോവാം. പൂക്കളമിട്ടും സദ്യ കൊണ്ടും സമൃദ്ധിയോടൊപ്പം ഓണം ആഘോഷിക്കാൻ.